ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ സജന ഫിറോസ് റസൂൽ പൂക്കുറ്റി ഈ ഒരു അവിഹിത യൂണിവേഴ്സിലോട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുതിയ 2-3 ആളുകൾ കൂടി രംഗപ്രവേശനം ചെയ്തിരിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ. മറ്റാരുമല്ല, ദിയാസന ആൻഡ് ഇവരുടെ കുറച്ച് ടീംസ് കാര്യങ്ങളൊക്കെ തന്നെ. കഴിഞ്ഞ ദിവസം പുള്ളിക്കാരുടെ ആ ഒരു ഇന്റർവ്യൂ വന്നതിന് ശേഷം ഫിറോസ് ഖാൻ പുള്ളി അടുത്തൊരു വോയിസ് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ പൊന്നാവേ ഇങ്ങനൊന്നും അല്ല സംഭവം, അവള് പറയുന്നത് നമ്പല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പൊ എന്താ ഇവിടുത്തെ ഒരു സംഭവം വെച്ചേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, സജന പുള്ളിക്കാരി ഒറ്റയ്ക്കാണ് സുഹൃത്തുക്കളെ. ഇപ്പൊ പൂക്കുട്ടി അണ്ണനെ ദൈവത്തെ പോലെയാണ് കാണുന്നതെന്ന് പറയുമെങ്കിൽ പോലും പൂക്കുട്ടി അണ്ണൻ പോലും പ്രത്യക്ഷത്തിൽ കൂടെ ഇല്ലാത്തൊരവസ്ഥയിലൂടെ ഒറ്റയ്ക്കാണ് ഇന്ന് പുള്ളിക്കാരി മത്സരിക്കുന്നത്. തൊട്ടിപ്പുറത്ത് ദിയാസന, ഫിറോസ് ഖാൻ, അങ്ങനെ ഇവരുടെ കുറെ ലുട്ടിലൊടുക്ക് ടീംസ് കാര്യങ്ങൾ എല്ലാവരും കൂടെ ചേർന്നുണ്ട്. അവർ ടീമായിട്ട് ഗെയിം കളിക്കുമ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന ഒരു ധീര വനിതയാണ് സുഹൃത്തുക്കളെ നമ്മളിവിടെ കാണുന്നത്. ഈ ധീര വനിത പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് റീസെന്റ് ആയിട്ട് ഇട്ടേക്കുന്ന വീഡിയോ, അതിലോട്ടൊക്കെ നമുക്ക് വരാം. അതിന് മുന്നേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ ആ ഒരു ഇന്റർവ്യൂവിനകത്ത്, ഇത്രയും വലിയ 1.25 മണിക്കൂറുള്ള ഇന്റർവ്യൂവിനകത്ത് ഇവർ പറയുന്നുണ്ടായിരുന്നു ദിയാസനയൊക്കെ മറ്റേതാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ദിയാസന അതിന് തൊട്ട് പുറകെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള കുറച്ച് പോർഷൻ ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. ഞാൻ നിലവിൽ പരാതി കൊടുത്തിട്ടുണ്ട്, അതിന്റെ കൂടെ ഞാൻ ആഡ് ഓൺ ആക്കും. കാരണം നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ അത് ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് എല്ലാം സംസാരിക്കുന്നതായിരിക്കും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. വലിയ ഒരു ചാനൽ കിട്ടട്ടെ, നല്ല മില്യൺ ഓഫ് വ്യൂസ് കിട്ടട്ടെ, അങ്ങനെയുള്ള ചാനലിനെ തപ്പിയിട്ട് വേണം എന്തായാലും കൊടുക്കണം, അപ്പോഴല്ലേ അത് റീച്ച് ആകത്തുള്ളൂ. അപ്പം അത് ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഞാൻ ഇന്ന് തന്നെ മിക്കവാറും ഞങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. റീച്ച് ഉള്ള ചാനലില് പുള്ളിക്കാരി ഇന്റർവ്യൂ കൊടുക്കുള്ളൂ. ലുട്ടിലോടൊക്കെ ചാനൽ നമുക്ക് വേണ്ട. നെഹി എന്ന് പറഞ്ഞ നെഹി അതാണ്. അത്രയോ ആൾക്കാരിലോട്ട് എത്തണമെങ്കിൽ റീച്ച് ഉള്ള ചാനലല്ലേ വേണം. ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം ചേച്ചി. പിന്നെ പുള്ളിക്കാരി കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. മറുനാടനുമായിട്ട് ഇവർക്ക് നേരത്തെ എന്തൊക്കെയോ ദുഷ്മനാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഗൈസ്. തൊട്ടിപ്പുറത്തെ തൊപ്പിയുടെ അപരാധ യൂണിവേഴ്സ് നമ്മളെ ഒരു പീക്ക് ലെവൽ എന്റർടൈൻമെന്റിൽ അവന്മാർ ഇങ്ങനെ കൊണ്ടുപോകുന്നതിന്റെ ഇടയ്ക്ക് ഷമീറൊക്കെ ഒളിവിൽ പോയി അതൊന്ന് കെട്ടടങ്ങി വരുന്ന ആ ഒരു അവസ്ഥയിലോട്ട് പോയപ്പോഴത്തേക്കും തൊട്ടിപ്പുറത്തൂത് ഇവരുടെ അവിഹിത യൂണിവേഴ്സ് വീണ്ടും നമ്മളെ എന്റർടൈൻ ചെയ്യാനെ കൊണ്ട് ഇവർ ടീമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, ആൻഡ് ഇതൊക്കെ കാണുമ്പോഴത്തേക്കിന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഓക്കെ ദിയാസാനെ പുള്ളിക്കാരി ഇപ്പം ഈ സജന പുള്ളിക്കാരി ഇങ്ങോട്ടേക്ക് വലിച്ചിട്ടതാണ്, അപ്പം അതുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് വന്നതെന്നൊക്കെ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി ഗൈസ്. കാരണം സജന പുള്ളിക്കാരി ഈ ഇവർക്ക് 9 വീക്ക് ട്രോഫി ആയിട്ടിരിക്കുന്ന ഒരു സമയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷം ഇത് ഹാക്ക് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ടപ്പോഴത്തേക്കിന് ഈ പുള്ളിക്കാരി നമ്മുടെ ഇതേ ദിയാസന അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിനി അതൊന്ന് കാണാം. ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എൻ്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തു. എനിക്കൊരു 1/2 മണിക്കൂർ മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നുകൊണ്ട് മാത്രം എനിക്ക് എൻ്റെ അക്കൗണ്ട് കിട്ടിയത് കേട്ടോ. ആരോ എൻ്റെ അക്കൗണ്ട് എടുത്തിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മുമ്പ് ഏതോ ഒരു വീഡിയോ വന്നത്, അതിനകത്ത് വീണയെ പോലെ ഒരാളും എന്നെ പോലെ ഒരാളും ആൻമരിയെ പോലെ ഒരാളും ഉണ്ടെന്നാണ് പറയുന്നത്. എന്തോ ഹോസ്പിറ്റൽ വീഡിയോ എന്തൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത്. അത് ഫുള്ള് AIയോ അതെന്തോ എഡിറ്റ് ചെയ്തോ എന്തോ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞാൻ അറിഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോയേ അല്ല. നോക്കിക്കോ, എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് എനിക്കെതിരെ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് വെച്ചിരിക്കുന്ന ആരായാലും ശരി തന്നെ, ഞാൻ അവർക്കെതിരെ ഉറപ്പായിട്ട് നിയമ നടപടിയായിട്ട് ഞാൻ മുന്നോട്ട് പോകും. ഞാൻ പോലീസിൽ കേസ് കൊടുക്കും. നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്തിനാണ് എന്നെ എങ്ങനെ ഇട്ട് ദ്രോഹിക്കുന്നത്? ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് നിങ്ങൾ ദ്രോഹിക്കുന്നത്? അതെ, എന്തിനാ നമ്മുടെ സജനത്തിനെ ഇങ്ങനെ വേദനിപ്പിക്കണേ? അന്ന് പേരൊന്നും പറയാതെ കൊടുത്തേക്കുന്ന ഒരു കൊട്ടായിരുന്നു. മനസ്സിലാവേണ്ട ആൾക്കാർക്കും കിട്ടേണ്ട ആൾക്കാർക്കും വളരെ കൃത്യമായിട്ട് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് അതിന്റെ തൊട്ടുപുറകെ ആയിട്ട് ഇവര് മറ്റേ ഈ ഫിറോസ് ഖാന് ഇവരുടെ മറ്റേ വോയിസ് ക്ലിപ്പ് പൂക്കുറ്റിയാണനായിട്ടുള്ള 3 കോടിയുടെ അവന്റെ സംഭാഷണത്തിന്റെ വോയിസ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ സമയത്ത് പുള്ളിക്കാരി ഇന്റർവ്യൂവിനകത്ത് വന്നിട്ട് എന്തൊക്കെ മെഴുകായിരുന്നു, എന്നെയൊക്കെ അഭിനയമായിരുന്നു. ആൻഡ് ഈ തൊപ്പിയുടെ യൂണിവേഴ്സ് ഇവരുടെ യൂണിവേഴ്സും തമ്മിലുള്ള സിമിലാരിറ്റീസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. തൊപ്പി വന്നിട്ട് ഈ അപരാധം മൊത്തം കാണിച്ചിട്ട് നേരെ ഏടെ മണ്ടയ്ക്കാണ് കൊണ്ടുവച്ചെന്നുണ്ടെങ്കിൽ സജനാത്ത വന്നിട്ട് നേരെ കൊണ്ടുവച്ചേക്കുന്നത് എന്റെ അക്കൗണ്ട് ഒരു ഹാക്കർ അടിച്ചിട്ട് പോയതാണ്, ഹാക്ക് ചെയ്ത് അങ്ങനെ ഇട്ടാണ്, ഞാൻ അങ്ങനെ ജപാട് ഞാൻ നൊണ്ടിയാണ് ഊമയാണ്. ആ ഒരു മൂഡിലായിരുന്നു നമ്മുടെ സജനാത്ത പുള്ളിക്കാരി ഇട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. എന്താണെങ്കിലും കൊള്ളാം. ഇനി ഇത് കഴിഞ്ഞ ദിവസം ഫിറോസ് ഖാൻ ഇട്ടേക്കുന്ന വീഡിയോ ഉണ്ട്, നമുക്ക് അതൊന്ന് കാണാം. ഇതിനകത്ത് അവളെ കുറച്ച് സ്ത്രീകളെ കുറിച്ചും ഒരു കുട്ടിയെക്കുറിച്ചും ഒക്കെ ഞാൻ സെക്സ് ചെയ്യുന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ അങ്ങനെ ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ട് സെക്സ് ചെയ്യുകയോ അതുകൂടാതെ ഫ്രണ്ട്ഷിപ്സും കാര്യങ്ങളും അങ്ങനെ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അതവൾ തെളിയിക്കുകയാണെങ്കിൽ, നിയമവും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ അവൾ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഫ്രഞ്ചീസ് അടിച്ച പെമ്പിള്ളേരെ മൊത്തം ഇങ്ങനെ ഫ്രണ്ടിൽ നിരത്തി നിർത്താം, എന്നിട്ടൊരു ലൈവ് വീഡിയോ ഇടാം. ഇയാളിത് ഒളി ക്യാമറ വെച്ച് പകർത്തിയിട്ട് നിങ്ങളുടെ ബെഡ്റൂമിൽ അവയൊക്കെ വെച്ച് കാണിക്കാൻ പറ്റുമോ? പിന്നെ ഇത് എന്തൊരു പാവടാ, ശബ്ദമൊക്കെ താത്തി സൗണ്ട് മോഡുലേഷനൊക്കെ പിടിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അച്ചടാ പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്ന പിഞ്ചു കുഞ്ഞ്. ഈ പാവം പിടിച്ചൊരു മനുഷ്യനെയാണോടാ ഈ സജന പുള്ളിക്കാരി വന്നിട്ട് ഇത്രയും വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത്? ഷോ, ഞാൻ അങ്ങനെ ഒരു സംഭവമേ ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഓഡിയോ കേൾപ്പിച്ചു. ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, ഓൾറെഡി
ഇവിടെ ഈ എന്നെക്കുറിച്ചുള്ള അലിഗേഷൻസ് എല്ലാം പറഞ്ഞ് ഇട്ടതിന് ശേഷം ഞാൻ അന്ന് ഇത് കണ്ടിട്ട് വിളിച്ചതായിരുന്നു. വിളിച്ചിട്ട് ഞാൻ അവളടുത്ത് കാല് ഓടിയുണ്ട്, ആ വീഡിയോ എടുത്ത് കളഞ്ഞി. എന്നിട്ട് ആ 17-ൻ്റെ കാര്യം അങ്ങനെയല്ല, നീ അത് ക്ലാരിറ്റി ചെയ്ത് ജനങ്ങളോട് ഒരു വീഡിയോ ഇല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അത് അവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് ആ ഒരു കാര്യത്തിലേക്ക്, ഒറ്റ ഒരു കാര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ആ വീഡിയോ മൊത്തം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. എന്നിട്ട് ആ ഡിലീറ്റ് ചെയ്തിട്ട് ഈ പോക്സോടെ എങ്കിലും നീ ആ 17 വയസ്സുള്ളെങ്കിലും നീ പറഞ്ഞിട്ട് ക്ലാരിറ്റി. എന്നിട്ട് അവൾ പറഞ്ഞു ഊമക്കത്തിൻ്റെ കാര്യം അത് വന്നോളൂ, അങ്ങനെ എന്തൊക്കെ കഥ പറഞ്ഞു. അടുത്ത 1 ലക്ഷം വരികയാണ്, അപ്പോഴത്തേക്ക് അക്കം മറിഞ്ഞു പോകുന്നു. ആ സംഭാഷണത്തിനിടയ്ക്കുള്ളതാണ് നിങ്ങൾ കേൾപ്പിച്ചത്. ഇത്രയും സജിന ഒരു 10 വർഷം. എൻ്റെ പൊന്നെണ്ണ, നിങ്ങളുടെ വോയിസ് വന്നപ്പോഴത്തേക്കിന് അത് ഞാൻ പറഞ്ഞാണ്. പക്ഷെ അത് അങ്ങനല്ല. എങ്ങനല്ല? സജിനാഥ പുള്ളിക്കാരുടെ വോയിസ് നമ്മൾ കേട്ടു. 3 കോടി. നിങ്ങൾ ആലോചിച്ചു, ഒരു ദൈവത്തിന്റെ വിലയാണ് 3 കോടി. ഇപ്പുറത്ത് പറയുന്നു ആ ഓടി എൻ്റെ ഭാഗ്യം, ഏടെ മണ്ടയ്ക്കൊന്നും കൊണ്ടിട്ടില്ലല്ലോ. എന്നാണെങ്കിൽ ഓടിയ തൻ്റെ ആണെന്നുള്ളത് സമ്മതിച്ച് നമ്മൾ കേട്ടെണ്ണ. ഒറ്റ ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ, എൻ്റെ കുഞ്ഞിനെ നീ എനിക്ക് തിരിച്ചു തരണം. കാരണം ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വിളിച്ചിട്ട് പോലും നീ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നില്ല. അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇത്രയൊക്കെ ദ്രോഹിച്ചതുപോലെ അല്ലെങ്കിൽ ഞാൻ ആ ഒരൊറ്റ കാര്യം കേസുമായിട്ട് ഞാൻ പോകും. കാരണം ഇത്രയും ഞാൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിനക്ക്. അല്ല, നിങ്ങൾക്ക് കൊച്ചിനെ വേണമെങ്കിൽ അത് യൂട്യൂബിലാണോ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് കേസും വെക്കാനായിട്ട് അങ്ങനെ അങ്ങ് ലീഗലി പോയാൽ പോരെ? കൊച്ചിനെ വേണമെന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ട് നാട്ടുകാരെ മൊത്തം അറിയിച്ചാ പറയുന്നത്. എന്തോന്ന് ഇത്? ഇത്രയ്ക്കുള്ള ബുദ്ധി നിങ്ങൾക്കുള്ളൂ? ലാസ്റ്റ് നേരെ വിക്ടിം കാർഡ് ഇറങ്ങുന്ന പോലത്തെ അടുത്തൊരു സാധനം ഇറക്കി, മകൻ കാർഡ്. ഈ മക്കളെ പറ്റിയിട്ട് പറയുന്ന അടുത്തൊരു സാധനമുണ്ട്, ഇയാള് മകനെ പോലും ഇയാളുടെ അടുത്ത് വിടാൻ പറ്റത്തില്ലെന്ന്. എൻ്റെ പൊന്നു, എന്താണെങ്കിലും ഇതിന്റെ തൊട്ട് പുറകെ തന്നെ ഒരു വോയിസോടെ പുറത്തിട്ടുണ്ട്. അത് മറ്റാരുടെ അല്ല, സജിന പുള്ളിക്കാരി ആ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടല്ലോ, ഞാനന്ന് ദുബായിൽ പോയ സമയത്തേക്കിന് പുള്ളിക്കാരിനെ ഒരു കശ്മല വഴിതെറ്റിക്കാൻ ശ്രമിച്ചു. ഈ ബാറിലൊക്കെ പോയിരിക്കുമ്പോഴത്തേക്കിന് ഒരു 500 ദർഹം കിട്ടും, അങ്ങനെ ആ ഒരു സ്കീമിലോട്ടൊക്കെ പോയിരിക്കുന്ന ടൈമിലേക്ക് ഈ കശ്മല പുള്ളിക്കാരുടെ ഫോട്ടോ വെച്ചിട്ട് ഇത്ര രൂപയ്ക്ക് വില വെച്ചിട്ട് ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ കിട്ടും എന്നുള്ള നിലയിലേക്ക് അങ്ങനെ വളരെ വഴിതെറ്റിച്ച് പുള്ളിക്കാരനെ വിടാനെ കൊണ്ട് ശ്രമിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ അങ്ങനെ അതിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടാണ് പുള്ളിക്കാരി വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ആ ഒരു കശ്മല ഉണ്ടല്ലോ, ആ കശ്മലയുടെ വോയിസ് ആണ് പുറത്ത് വിട്ടേക്കുന്നത്. ഈ കശ്മല ഈ ഒരു വോയിസിനകത്ത് പറയുന്നുണ്ട്, പൂക്കുറ്റി അണ്ണൻ എല്ലാവരെയും ഇത്തരത്തിലുള്ള കോഴിത്തരം കാണിക്കുന്ന വലിയ അണ്ണനാണ്, മാച്ച് കളിക്കാൻ മാത്രമേ താല്പര്യമുള്ളൂ, അങ്ങനെ ട്രോഫിയോടൊന്നും താല്പര്യമില്ല. അങ്ങനെ ഈ പറയുന്ന കൃഷിയിടം കണ്ടു കഴിഞ്ഞാൽ വിത്തിറക്കാനെ കൊണ്ട് പുള്ളി ശ്രമിക്കാറുള്ളതാണ്. അങ്ങനെ ശ്രമിച്ചതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ആടി നിൽക്കുന്ന സജനാത്ത പുള്ളിക്കാരിയുടെ ഒരു തട്ടൽ വന്നപ്പോഴത്തേക്കിന് അങ്ങോട്ടങ്ങ് വീണു. ഓക്കെ, അന്നേരം ഇവരെല്ലാരും കൂടെ ഒക്കെ സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇല്ലൊരു കുഴപ്പമില്ല, നമ്മുടെ പൂക്കുറ്റിയാണല്ലേ, എൻ്റെ ദൈവമാണ്, സൂപ്പറാണ്, കിടിലാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ പോയേക്കാന്നൊക്കെ ഇവിടെ പറയുന്നുണ്ടായിരുന്നേ. അതിന്റെ തൊട്ട് പുറകെയാണ് ഇതിന്റെ ഈ ഒരു കേസിനെ പറ്റിയിട്ടൊക്കെ പറയാൻ. നമുക്ക് അതുകൂടെ കേൾക്കാം. റസൂൽ പൂക്കുട്ടി പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, സജന ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വിളിക്കരുത്, എനിക്കത് പ്രശ്നമാണ്, എന്നെ വിളിക്കരുത്, എൻ്റെ ഭാര്യ അറിഞ്ഞാൽ അത് പ്രശ്നമാകും. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവിടെ പറഞ്ഞല്ലോ വീഡിയോയിൽ, എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിൽ ഒരു 3-3.5 കിലോ MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണം, ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. അതെന്നാ പറയുക ചേച്ചി? സജനാത്തയുടെ തലയെ പിടിച്ച് ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ 3 കിലോ ഇതുപോലെ മൂക്കിനകത്തൊന്ന് ഇറങ്ങി വരുന്നത് MDMA. അതിച്ചിരി കൂടുതലല്ലേ? ഒരു 3 ഗ്രാമൊക്കെ പിന്നെയൊക്കെ ഈ മൂക്കിനകത്തൂടെ. 3 കിലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഒരു മയത്തിലൊക്കെ സംഭവം. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയാണ്. ഈ സ്നേക്കിന്റെ പരിപാടിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പിരിഞ്ഞു നിന്ന് കുത്തുക, ഫ്രണ്ടിൽ നിന്ന് തട്ടുക, സൈഡിൽ നിന്ന് അമക്കുക, ഇതൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 3 കിലോ അത് മൂക്കിനകത്തൂടെ. എന്തെങ്കിലും ഒരു പ്രോഗ്രാം എടുത്ത് ആ പേജിൽ നോക്കിയാൽ അറിയാം, സജനയുടെ ഒരു ഡാൻസ് ഉണ്ട് അതിനകത്ത്. അടിച്ച് കയറ്റിയിട്ട് സ്റ്റേജിൽ കയറിയ സജന സ്റ്റേജിൽ കയറ്റി സ്റ്റെപ്പ് വരെ മറന്നുപോയിട്ട് ഇവൾ സ്റ്റേജിൽ ഇറങ്ങി പോകുന്നില്ല. കവറപ്പ് ചെയ്ത് നെക്സ്റ്റ് പിള്ളേർ കയറി കൂടെ ഇങ്ങനെ പിള്ളേർ കവറപ്പ് ചെയ്ത് കളിച്ചിട്ടാണ് ആ പ്രോഗ്രാം ഇതാക്കിയത്. ഈ പറഞ്ഞ ലക്ഷ്മിയൊക്കെ കാല് പിടിച്ചിട്ടാണ് സജനൊന്ന് അവർ സ്റ്റേജിൽ കയറ്റിയത്. അപ്പൊ അവൾ ചെയ്ത കാര്യമാണത്. ഈ സാധനം അടിച്ച് കയറ്റി തിരിഞ്ഞ് എന്താണ് ഇതില്ലാണ്ട് അവൾക്ക് പറ്റില്ല. ആ സാധനം കണ്ടിട്ടേ ഇല്ലാന്ന് പറഞ്ഞപ്പം എനിക്ക് അതാണ് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്. കഞ്ചാവ്, ഈ പറഞ്ഞ സാധനം, സിഗരറ്റ് 2 മണി 3 മണിക്കൊക്കെ താഴെ ഗ്രോസറിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവൾ അങ്ങ് എടുക്കും. ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴത്തേനും അവരുടെ വീട്ടിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേനോട് ഞാൻ ചെയ്ത് ആരുടെ നെയിൽ പോളിഷാണ് അത്, ഞാൻ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട നെയിൽ പോളിഷ്. ഞാൻ നാണുണ്ടോ സച്ചിൻ നിനക്ക്? ഈ ആണുങ്ങളുടെ കേസ് അത് ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കുകയാണ്. അല്ലാണ്ടുള്ള ഇവരുടെ ക്യാരക്ടറാണ് ഞാൻ പറയുന്നത്. മറ്റേ 3 കിലോയുടെ കേസ് പിന്നെയും പോട്ടെന്ന് പറയാൻ കൈന്നിട്ട് പറഞ്ഞെന്ന് പറയാം. പക്ഷെ ഇത് പുള്ളിക്കാരിക്ക് മറ്റേ വീഡിയോ വരെ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പം ആലോചിച്ച് ആ ഒരു ഇന്റർവ്യൂവിനകത്ത് ഇവരെന്തുവാന്ന് പറഞ്ഞ ദിയാസനയൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ട് മറ്റേ MDMA കവർ വന്ന് വലിച്ചു കയറിയിട്ട് ഓ മൈ ഗോഡ് എനിക്കിത് കണ്ടിട്ട് അപ്പം തന്നെ തലകറി വീണ് എൻ്റെ പൊന്നളിയാ എനിക്ക് കണ്ണും കണ്ടുകൂടാ ചെവിയും കെട്ടുകൂടാ, ശിവനെ ഇത് ഏത് ജില്ല, ആ ഒരു മൂഡിലായിരുന്നു സുഹൃത്തുക്കളെ ഞാനെന്നുള്ളതായിരുന്നു പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ട് അടിമഴക്കാവുന്ന അതിൻ്റെ പേരിലൊക്കെ ശത്രുതയാവുന്ന ആ ഒരു സ്കീമൊക്കെ ആയിരുന്നു പുള്ളിക്കാരി പറഞ്ഞേക്കുന്നത്. പക്ഷെ പുള്ളിക്കാരി ഇങ്ങനെ അടിച്ച് പിമ്പിരിയായിട്ടുള്ള വീഡിയോ വരെ ഉണ്ടെന്നുള്ളത് പറയുമ്പോഴത്തേക്കിന് എന്നാ സജനകത്താ ഇതൊക്കെ?
ഇനി ഇത് കഴിഞ്ഞ് സജന പുള്ളിക്കാരുടെ ഒരു വീഡിയോ ഇത് കഴിഞ്ഞിട്ട് ഇതിനെല്ലാം മറുപടിയായിട്ടൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിന്റെ ടൈറ്റിൽ ഞാൻ ഇങ്ങോട്ട് വായിക്കാം. അപ്പോൾ നമുക്ക് കളി തുടങ്ങാമല്ലേ? എന്ത് കളി? എന്താണെങ്കിലും നിങ്ങൾ പറ. അപ്പം നീക്കെന്നെ പേടിയുണ്ടോ? എൻ്റെ മുഖത്തിനൊക്കെ ഭയങ്കര പേടി തോന്നിക്കുന്നല്ലോ. എടി, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഉപ്പല്ലല്ലോ തിന്നത്, MDMA അല്ലേ? എന്നെ കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി പോയ ഒരു ദുബായിൽ ഒരുത്തുണ്ട്. ഞാൻ ആ വീഡിയോക്കകത്ത് പ്രത്യേകം എന്തോ ഭാഗ്യത്തിന് ആ സാധനം പറഞ്ഞിട്ടുമുണ്ട്. അത് കണ്ടിട്ട് ട്രിഗർ ചെയ്തിട്ട് അടുത്തൊരു വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ട്. റോഷ്നി എന്ന് പറഞ്ഞിട്ട് ദുബായിലെ ഏറ്റവും നമ്പർ 1. എനിക്കത് പറയാൻ താല്പര്യമില്ല. അതെന്താ അത്? അതെന്തുവാ സംഭവം? അതെന്തുവാ നമ്പർ 1? അതെന്താ? ഇതെനിക്ക് മനസ്സിലായിട്ടില്ല. നമ്പർ 1 സിബ് ഇട്ടതാണോ? അങ്ങനത്തെ ഒരുത്തി. നിങ്ങൾ ഇപ്പോൾ അവളെ വോയിസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇനി അവളുടെ ഫോട്ടോയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടെ ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കേട്ടാം. കാരണം ഫോട്ടോ എൻ്റെ കയ്യിൽ കാണിച്ചു തരാം ഞാനത്. അവളാണ് റോഷ്നി. കാരണം എന്തായാലും ഞാൻ ഇത്രയൊന്നും അറിയില്ലേ. അപ്പോൾ എന്നെയൊന്ന് ഭയങ്കരമായിട്ട് റോഷ്നി നീ എന്നെ നശിപ്പിക്കാൻ നോക്കിയ നിന്നെ ഞാൻ വെറുതെ വിട്ടതാ. പോട്ടെ ജീവിക്കുക എന്ന് പറഞ്ഞ് വെറുതെ വിട്ടവളെ നീയായിട്ട് ചൊറിഞ്ഞ് മേടിക്കരുത്. പിന്നെ ഫിറോസ് ഖാനിന് ഓഫ് കോഴ്സ് അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ഇനി എനിക്കറിയത്തില്ല. കാരണം ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളായിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഫിറോസ് ഖാൻ ഇത്രയും സപ്പോർട്ട് ചെയ്തവൾ വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ലേഡി ആയതുകൊണ്ട് അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണും. അതൊന്നും നമ്മൾ പറയുന്നില്ലേ? പറയാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇവിടെ നിന്ന് ഓരോന്ന് അങ്ങോട്ട് വരാൻ തൊട്ടപ്പുറത്തുനിന്ന് അവരെല്ലാവരും ഫുള്ള് ഗ്യാങ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടുന്ന് ചുണ്ടൊക്കെ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുന്ന പോലെ ഇവിടുന്ന് ഒരു സാധനം അങ്ങോട്ട് ഇടും, അപ്പുറത്തുനിന്ന് ഗ്യാങ് ആയിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ചറവറ അടിയാണ്. ഇവിടുന്ന് ഒരടി അങ്ങോട്ട് കൊടുക്കാൻ നോക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഒരുമിച്ച് നിന്ന് ചറവറ അടിയാണ്. എല്ലാം നിന്ന് ഒറ്റയ്ക്ക് ഉള്ളതാണ് പാവം. കാരണം വെച്ചാൽ പൂക്കുറ്റിയെണ്ണം പോലും ഈ കളിച്ച് ജയിച്ച ആ ഒരു ട്രോഫി പുള്ളിക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ നിൽക്കുകയാണ്. ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയാണ് സുഹൃത്തുക്കളെ, ഒറ്റയ്ക്ക് നിന്നിട്ട്. നമുക്ക് ബാക്കിയേക്കാം. ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞിൻ്റെ കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം. അതായത് എൻ്റെയും ഫിറോസ് ഖാനും ജനിച്ച കുഞ്ഞിനെ കുറിച്ച് നാണമില്ലയോടോ തനിക്ക്? ഫോൺ തരത്തില്ലടോ. ഇത്രയും നാൾ തനിക്ക് ഞാൻ ഫോൺ തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും തനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഫോൺ കോളും തന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കല്ല ഞാൻ കുഞ്ഞിനുള്ള സ്പേസ്. തന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ല, തന്നോട് ബഹുമാനം കൊണ്ടല്ല. ആ കുഞ്ഞിന് തന്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാദർ എന്നൊരാളെ അവന് ആവശ്യമുണ്ട്. എൻ്റെ കുഞ്ഞും ഇതുപോലത്തെ ഒരു വേദന എൻ്റെ മൂത്ത മൂള് അനുഭവിച്ചതുകൊണ്ട് ഞാൻ ആ തന്തയും മക്കളെയും പിരിപ്പിക്കാതെ നോക്കിയതാണ്. അത് തന്നോടുള്ള ബഹുമാനമല്ല. എൻ്റെ കുഞ്ഞിന് കിട്ടട്ടെ, അവന് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം ഞാനൊരു തള്ള വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റും. ഒരു തള്ള വേണ്ട, പോകേണ്ട, അങ്ങനെ ഇങ്ങനെയാണ് പ്രത്യേകമാണെന്ന് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ വെറുക്കപ്പെടും. പക്ഷെ ആ കുഞ്ഞിന് ഇപ്പോഴും തന്നോടൊരു ഇഷ്ടം തോന്നിക്കാൻ കാരണം ഞാൻ ഒരൊറ്റ എൻ്റെ അവിതാര്യമാണ്. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഇപ്പൊ പൂക്കുറ്റിയണ്ണന്റെ കാരണം നിങ്ങൾ പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അപ്പൊ ആ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിന് അച്ഛന്റെ സ്നേഹം കിട്ടാൻ നിങ്ങൾ പൂക്കുറ്റിയണ്ണന്റെ അടുത്ത് പോവോ? അപ്പൊ അവരുടെ കുടുംബജീവിതമോ എന്താ അല്ലേ? എൻ്റെ ഭിക്ഷയാണോ അത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മോനെ തനിക്ക് തരുന്നത് ഇനി തരത്തില്ലടോ. കാരണം കുറച്ച് അലിഗേഷനും കൂടെ ഞാൻ തന്നെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ താൻ ഒരു ആണും പെണ്ണും കെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സ്വന്തം മോളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ നിനക്ക് പീഡിപ്പിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ മോനെ താൻ യൂസ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. താൻ ലീഗലി പോടോ. ലീഗലി പോയിട്ട് ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്യാം. തൻ്റെ കുഞ്ഞിനെ കാണണമെന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് പോകാം. ഇത്രയും നാൾ ഞാൻ തന്നെ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ മറച്ചു വെച്ചിട്ടുള്ളവരാണ്. നമ്മൾ എന്താ ഈ കേട്ടെ? ആണെന്നോ പെണ്ണെന്നോ പോലും വ്യത്യാസം ഇല്ലെന്നാ? അതിനെ പറ്റിയിട്ട് കുറച്ചുകൂടെ വ്യക്തമാക്കൂ. ഇത് പറയുന്നുണ്ട് ആണും പെണ്ണും കെട്ടവെന്ന്. ഞാൻ ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡേഴ്സിന് അവരെ അല്ല ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ വളച്ചു വിട്ട് ഇനി അതും വേണമെങ്കിൽ പറഞ്ഞ് കമന്റ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ അത് വ്യക്തമാക്കി പറയുന്നത്. ആണുങ്ങളോടും പെണ്ണുങ്ങളോടും താല്പര്യമുള്ള ആണ്. അപ്പം എനിക്ക് പേടിയുണ്ട് എൻ്റെ മകനെയും കൂടെ കൊടുത്തു വിടാൻ. കാരണം 16 വയസ്സുകാരി ഒരു കുട്ടിയെ പീഡിപ്പിച്ചവൻ തീർച്ചയായിട്ടും ഈ അവൻ്റെ മോനെയും കൂടെ അവൻ അതുപോലെ മിസ്യൂസ് ചെയ്യുന്നുള്ളത് പേടിയുണ്ട്. അതുപോലത്തെ ഒരു കാര്യം കൂടെ ഞാൻ കേട്ടുകൊണ്ടാണ് ഇത് പറയുന്നത്. എനിക്കത് പേടിയുണ്ട്. ലീഗലി തന്നെ ഉള്ള മൂവ് ചെയ്യാൻ എനിക്കത് പേടിയുണ്ട്. അയാൾ എന്തൊക്കെയാണ് ഈ കേൾക്കണത്? ഡാർക്കായിട്ടുള്ള സാധനങ്ങളാണല്ലോ. തൊട്ടപ്പുറത്ത് തൊപ്പിയുടെ അപരാധ യൂണിവേഴ്സിൽ കേട്ട പോലത്തെ സാധനമാണ് ഇപ്പുറത്തും കേൾക്കുന്നത്. അവിടെ കുറെ ബൈ സൈക്കിൾസ് ഉണ്ടായിരുന്നു. ഇപ്പുറത്ത് ഫിറോസ് ഖാൻ ഒരു ബൈ സൈക്കിൾ ആണെന്നുള്ള നിലയിലോട്ട് ആണ് ഇപ്പൊ പുള്ളിക്കാരി ആരോപണം ഉന്നയിച്ചേക്കുന്നത്. എന്തൊക്കെയായി കേൾക്കുന്നേ? ഞാനിപ്പം വന്ന മെയിനായിട്ട് എന്നെക്കുറിച്ച് ഇപ്പം കുറേ അലിഗേഷൻ രണ്ടാമത് കുറേ വന്നു. നിയാസാനയുടെ കാര്യം, ഫിറോസ് ഖാനും കൂടെ. ഞാൻ അങ്ങനത്തെ ഒരു വൃത്തികെട്ട രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാതെ MDMO കുറേ സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടെസ്റ്റ് ചെയ്യും. ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ചിലപ്പം ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും. കാരണം എനിക്ക് ഇവരെയൊക്കെ പേടിയുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എൻ്റെ ശരീരത്തിൽ കയറ്റി കൊണ്ട് ഇടുമെന്നൊക്കെ പേടിയുള്ളതുകൊണ്ട് എത്രയും വേഗം തന്നെ എന്നെ ടെസ്റ്റ് ചെയ്ത് എന്നെ അറിയാവുന്ന ആൾക്കാരുടെ മുന്നിൽ ഞാൻ ഈ വക സാധനം ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് തെളിയിക്കേണ്ട കടമ എനിക്കാണ്. അതാണ് ഹീറോയിസം. ഹീറോ അല്ലല്ലോ, ഷീറോയിസം. അതാണ് ഷീറോയിസം. പിന്നല്ല. സജന പുള്ളിക്കാരി അവിടെ നേരെ കയറി സ്കോർ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
അപ്പുറത്തെ തൊപ്പിയുടെ അപരാധ യൂണിവേഴ്സിൽ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കാണിക്കാന്നൊക്കെ പറഞ്ഞപ്പോഴും നേരെ ഷമീർ ആൻഡ് ടീംസ് പോയി ടെസ്റ്റ് ചെയ്തേക്കുന്ന വീഡിയോ ഒക്കെ അവന്മാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇനി ക്രെഡിബിലിറ്റി എത്രത്തോളം എന്തോ അതിൻ്റെ റിസൾട്ട് ഒന്നും വന്ന കണ്ടില്ല. എന്താണെങ്കിൽ ഇവിടെ പുള്ളിക്കാരി എന്താണെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ പോവാണെന്നുള്ള കാര്യം പറഞ്ഞത് അതാണ് അങ്ങനെ വേണം. അപ്പുറത്തുള്ള അവരെയും കൂടെ വിളിച്ചിട്ടുണ്ട്, നമുക്ക് ബാക്കി കാണാം. അതുപോലെ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ദിയാസന നീ വന്ന് ടെസ്റ്റ് ചെയ്യടി. അതേപോലെ തന്നെ റോഷ്നി നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. നിന്റെ ഫോട്ടോയും വെളിയിലായിട്ടുണ്ടല്ലോ, നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. ഫിറോസ് ഖാനെ എനിക്കറിയത്തില്ല ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, പക്ഷെ താനും വന്ന് ചെയ്യണം ഉറപ്പായിട്ടും. കാരണം നിങ്ങൾ 3 പേരാണ് എന്നെക്കുറിച്ച് ഈ അലിഗേഷൻ പറഞ്ഞതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം ഈ 3 പേര് എന്നെക്കുറിച്ച് പറയാമെങ്കിൽ അവകാശം ഉണ്ടെങ്കിൽ അവരും വന്ന് തെളിയിക്കണം. ആഭ്യന്തരമന്ത്രി നിങ്ങളാരും ഇതൊന്നും കേൾക്കണില്ലേ? തൂഫാനായിട്ട് എല്ലാത്തിനും അടിച്ച് തൂഫാനാക്കുക, അത്രേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് മറ്റേ സെയിലുണ്ട്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ എല്ലാത്തിനെയും പറഞ്ഞിട്ട് എല്ലാത്തിനെയും ഇന്ന് പരിശോധിക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. പരസ്യമായിട്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. എന്താണെങ്കിലും ദിയാസനേനെയൊക്കെ പരസ്യമായിട്ടാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. ദിയാസന ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഇത് ടെസ്റ്റ് ചെയ്യൂ, ഫിറോസ് ഖാൻ ഇത് ടെസ്റ്റ് ചെയ്യൂ. അതേപോലെ തന്നെ സജന പുള്ളിക്കാരി ഇത് പറയുകയല്ല, നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കാണിക്കണം. അങ്ങനെയാണ് എല്ലാം കാണിക്കേണ്ടുന്നത്. പിന്നെ റോഷ്നി ഇവരെല്ലാവരും ടെസ്റ്റ് ചെയ്ത് കാണിക്കുക. നമുക്കിനി കുറച്ച് നാളത്തേക്ക് കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഈ ജനങ്ങളോട് റിക്വസ്റ്റ് ഞാൻ പറയുക, നിങ്ങൾ ഈ കണ്ട ലോകത്ത് പോക്സോ കേസ് എന്ന് പറയുന്ന സാധനങ്ങളും ഇല്ലീഗലായിട്ട് നടക്കുന്ന കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് അതൊക്കെ വച്ചിട്ട് വേറെങ്കിലും പെണ്ണുങ്ങൾ എങ്ങനെങ്കിലും പോകുന്ന അത് പിടിച്ചത് അറിയാതെ ഈ നാട്ടില് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന സാധനങ്ങൾ, പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ പ്രായപൂർത്തിയാവാത്തൊരു കൊച്ചിനെ പീഡിപ്പിക്കുന്ന കാര്യം പറഞ്ഞത്, അത് ഈ ലോകത്ത് നടന്നോട്ടേനോ? അതേപോലെ തന്നെ കഞ്ചാവ്, MDMA അങ്ങനെയുള്ള സാധനങ്ങൾ കുഞ്ഞുങ്ങൾക്കുള്ള വിതരണം, ഇവളുമാർ ഇങ്ങനെയുള്ള ഇപ്പോൾ പറയുന്ന സോഷ്യൽ വർക്കറാണ് ഞാനെന്ന് പറഞ്ഞു. ഇവളുമാരുള്ളപ്പോൾ ആൾക്കാർ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും നാട് നശിപ്പിക്കാൻ. അപ്പോൾ ഈ 2 കാര്യം ഇവിടെ നടന്നോട്ടേന്നാണ് നിങ്ങൾ പറയുന്നത്. സ്വന്തം മക്കൾക്ക് പോലും സേഫ്റ്റി ഇല്ലാത്ത കാലം പോലെ ആക്കി വേണോ ഇതുപോലെ? അപ്പം നിങ്ങൾ പ്രതികരിക്കുകയാണല്ലോ. ഇതിനു മുമ്പേ നമ്മൾ പ്രതികരിച്ചല്ലോ. അന്ന് പ്രതികരിച്ചപ്പോൾ നിങ്ങൾ എന്താ വന്ന് പറഞ്ഞത്? ഞങ്ങളുടെ ലൈഫിൽ എന്തിനാണ് 3ാമതൊരാൾ കയറി ഇടപെടുന്നതെന്ന്. ഇതെല്ലാം പബ്ലിക്കായിട്ട് കൊണ്ടിട്ടത് നിങ്ങളല്ലേ. അതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും അന്ന് പബ്ലിക്കായിട്ട് റിയാക്ട് ചെയ്തത്. അന്ന് നിങ്ങൾ പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല എന്ന്. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് റിയാക്ട് ചെയ്യുമെന്ന്. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കടേ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നൈസായിട്ട് പോക്കറ്റ് ചെയ്യണതുമായിട്ടുള്ള സംഭവം ഇത് നിങ്ങൾ കണ്ട് കൊച്ചു പിള്ളേരെ ഫിറോസ് ഖാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അവിഹിത കഥ അത് സംസാരിക്കില്ല കേട്ടോ. നിങ്ങൾ അതിൻ്റെ പുറകെ പോ. അമ്മയുടെയൊക്കെ ചെറുത്, ഫിറോസ് ഖാൻ വലിയ ഈ സാധനമാണ്. അല്ല, ഈ സീരിയസ് ആയിട്ടുള്ള പഞ്ചാബിൻ്റെയും കഞ്ചാബിൻ്റെയും കാര്യം പറയുമ്പോഴേ നിങ്ങൾക്കെതിരെ സീരിയസ് അലിഗേഷനാണ് വന്നേക്കുന്നത്. നിങ്ങൾ മൂക്കിൽ നിന്ന് ഇങ്ങനെ തട്ടിയിട്ട് കഴിഞ്ഞാൽ 3 കിലോ വരെ ഇറങ്ങുന്നുള്ളതാണ്. നിങ്ങൾ ഈ വീഡിയോക്കകത്ത് ഇങ്ങനെ തട്ടിയിട്ട് കാണിക്കണ്ട മൂക്കിനകത്തുനിന്ന് ഇറങ്ങി വരുമോ എന്നുള്ളത്. അപ്പം ആ സംഭവം നമുക്ക് ഇവിടെ ചർച്ചയാക്കണ്ടേ. നമ്മളെല്ലാവരും പ്രതികരിക്കുന്നുണ്ടേ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ടൊക്കെ കാണിക്കണേ, ടെസ്റ്റ് ചെയ്ത് വന്നിട്ട്. ഞാനും രേണുസുതിയെ പോലെ തന്നെ എനിക്ക് ഈ കമന്റ് കേട്ടപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര വിഷമവും ഡിപ്രഷനും ഉറക്കമില്ല. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കിടന്ന് കരച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ സ്ട്രോങ് ആയി. ഞാൻ ജീവിക്കൂടി. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഇനി ഏതവളമാരെ എന്നെക്കുറിച്ച് എന്ത് പിഴച്ച് നടന്നു, മറിച്ച് നടന്നു പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം. ഇതിൻ്റെ അവസാനത്തെ വീഡിയോ ഞാൻ പറയും. ആ കഴിഞ്ഞ ദിവസത്തെ വോയിസും കൂടെ വരുന്നതിന് മുന്നേ വരെ പുള്ളിക്കാരി എങ്ങനെയായിരുന്നു? നമ്മുടെ പൂക്കുറ്റുണ്ടൻ എനിക്കെൻ്റെ ദൈവമാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ അനിയനാണ്, എൻ്റെ ജ്യേഷ്ഠനാണ്. ഞാൻ 3 കോടി മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ആളിപ്പന്മാരായിട്ട് നീ എന്നെ വേണേ പറയാം, എനിക്ക് ഒരു കുഴപ്പമില്ല. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. ആദ്യം ആൾക്കാരുടെ മുന്നിൽ ഒരു നന്മ ഇമേജ് കാണിക്കാനെ കൊണ്ട് കിടന്നങ്ങ് മെഴുകും ആദ്യം. അത് കഴിഞ്ഞിട്ട് ലൈസായിട്ട് കയ്യിൽ നിന്ന് പാളിപ്പോയിന്ന് മനസ്സിലാവുമ്പോഴത്തേക്കിന് നീയൊക്കെ എന്നെ വേണേ കാണിക്ക് എന്ന് പറയാം. എന്നിട്ട് ഇതൊക്കെ എനിക്ക് റീച്ചാണ് കേട്ടോ. ബാക്കി പറയുന്നുണ്ട്, കേൾക്കാം. ഒന്നാണം മാനമില്ലാത്തവനെ, എടാ കുഞ്ഞിനെ വെച്ച് ഭയങ്കര വിഷമത്തോടെ ഭയങ്കര വന്ന് കരച്ചിൽ പറയുന്നുള്ളൂ. എടാ നീയൊക്കെ ആരാണെന്ന്, നീയും ദിയൊക്കെ ഭയങ്കര വാദന പോലെ, നീ ഇതൊന്നും അല്ലെന്നുള്ളത് നാട്ടുകാർക്ക് ചിന്തിക്കുന്നവർക്ക് അറിയാം, ബുദ്ധിയുള്ളവർക്ക് അറിയാം ആരാണെന്ന്. അത് നമുക്ക് മനസ്സിലായി. അവരെ മനസ്സിലായി, ഇവരെ മനസ്സിലായി, എല്ലാവരെയും നമുക്ക് മനസ്സിലായി. എന്നാലും ഒരു ദൈവത്തിന്റെ വില 3 കോടി. തൊട്ടിപ്പുറത്തെ ഫിറോസ് ഖാൻ, എൻ്റെ പൊന്നെണ്ണ, ചെറിയ പ്രായത്തിലുള്ള 18 പോലും തികയാത്ത കേസാണ്. നിങ്ങൾ ഉള്ളേ പോകും. ഉള്ള കാര്യം ഈ പറയുന്നതൊക്കെ ഉള്ള കാര്യമാണ്. നിങ്ങൾ ഉള്ളേ പോകുന്ന കേസാണിത് കേട്ടാ. പിന്നെ ദിയാസന നിങ്ങളെല്ലാം വെല്ലുവിളിച്ച് ടെസ്റ്റ് ചെയ്ത് കാണിക്കട്ടോ. ഈ നെഗറ്റീവ് പറയുന്ന നെഗറ്റീവുകളെ അവരുടെ ഞാൻ പറയുന്നത്, നിങ്ങൾ ആരുമല്ല എനിക്ക് ചെലവിനിരുന്നത്. നിങ്ങൾ ആരെയും മറ്റേ അല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ അന്തസ്സായിട്ട് സമ്പാദിച്ച് നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നത്. അതെന്തോ അത് നേരത്തെ കാണിച്ച് സിബിട്ട് കാണിച്ച് ഇപ്പോഴും സിബിട്ട് കാണിക്കുന്നത്. ഈ നെഗറ്റീവ് പറയുന്നവരുടെ സിബിട്ട് കാണിച്ചല്ല ഞാൻ ജീവിക്കുന്നത്. അതെന്തോ നിങ്ങൾ ഉദ്ദേശിക്കുന്നേ? ഏതെങ്കിലും ഒരാൾ ഇഷ്ടപ്പെടാതിരിക്കും, അതെന്റെ ഇഷ്ടമാടാ. ഇനിയൊക്കെ നീ എന്നെ അറ്റാക്ക് ചെയ്യാൻ വാ, ഞാൻ അത് ആസ്വദിക്കാം. എന്തായാലും ഞാൻ കുറച്ചും കൂടെ ഫേമസ് ആയി, അറിയാത്തവരും കൂടെ എന്നെ അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് സ്വന്തം അവിഹിത കഥയും ഒരു ട്രോഫി കയ്യിൽ പൂക്കുറ്റിയെണ്ണം അടിച്ചു തന്നതും 3 കോടി ദൈവത്തിന് വില ഇട്ടതും ഒക്കെ നാട്ടുകാർ അറിഞ്ഞിട്ട് ഞാൻ ഫേമസ് ആയെന്ന്.
സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ട്. ഇതുപോലൊരു അവസ്ഥാന്തരം ഇത് ആദ്യമായിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം ഇതുപോലുള്ള കുറെ എണ്ണങ്ങളെ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ബാക്കി പറ. ഇപ്പൊ ഈ സാധനമൊക്കെ എനിക്കിട്ട് കുറച്ച് അങ്ങനെയെങ്കിലും ഞാൻ പൈസ ഉണ്ടാക്കിയോട്ടെ. അല്ലാതെ ഈ പറഞ്ഞ കണക്ക് പിഴച്ചു വല്ല MDMA വിറ്റോ അല്ലെങ്കിൽ കൊച്ചുങ്ങളെ കൊണ്ട് കൂട്ടി കൊടുത്തോ അല്ലെങ്കിൽ പിഴച്ചോ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അപ്പം നിങ്ങളെല്ലാവരും കാണുക, കമന്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക. എന്തുണ്ടെങ്കിലും നെഗറ്റീവ് കമന്റ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, ഞാൻ ആസ്വദിക്കും. ഓക്കെ, അപ്പം ചലഞ്ച് മറക്കണ്ട കേട്ടോ. ഇതൊരു ചലഞ്ചായിട്ട് ഞാൻ എടുക്കുന്നത്. ടെസ്റ്റ് ചെയ്യണം കേട്ടോ. 3 പേരും ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ കാണിക്കടി, നിങ്ങളെല്ലാം കാണിക്കടാ എന്നിട്ട് ഈ റിസൾട്ട് കാണിക്കട നീയെല്ലാം, കാണിക്കടി നീയെല്ലാം, അത്രയേ ഉള്ളൂ. അവിടെ ഒരു ജെൻഡർ ഇക്വാലിറ്റി പുള്ളിക്കാരി കീപ്പ് ചെയ്തിട്ടുണ്ട്. കാണിക്കടി, കാണിക്കട, ഡിയും ഡായും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തോ കാര്യമായിട്ട് പുള്ളിക്കാരിക്ക് കുഴപ്പം പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിന് മുന്നേ വരെ പുള്ളിക്കാരി വന്ന് മീഡിയയുടെ മുന്നിൽ ഈ പറയുന്ന പ്രസൻസ് പുള്ളിക്കാരി കാണിച്ചിട്ടുണ്ടായിരുന്ന ഭയങ്കര കാമൻ കൊയറ്റായിട്ട്. അങ്ങനെയൊന്നും അല്ല, പൊട്ടിക്കരച്ചുകൊണ്ട് ചങ്ക് തകർന്നുകൊണ്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. സാധനം എക്സ്പോസ് ആയപ്പോഴത്തേക്കിന് കാണിക്കടിയേ, മറ്റൊന്ന് കാണിക്കടി, എനിക്കൊരു കോപമില്ലടി, എനിക്കൊരു പുല്ലുമില്ലടി എന്നായി. തൊട്ടിപ്പുറത്തെ ഫിറോസ് ഖാൻ അതിന് മുന്നേ വരെ ഇത് ഇങ്ങനെ എൻ്റെ ഭാര്യയുടെ വിധക്കറകൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അടിച്ചു വിടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അണ്ണൻ്റെ സാധനം എക്സ്പോസ്ഡ് ആയപ്പോഴത്തേക്കിന് അണ്ണൻ അങ്ങനെയൊന്നും അല്ല, എൻ്റെ കുഞ്ഞിനെ നീ ഒന്ന് കാണിച്ചു തരുമോ? ഒരു കാര്യം കൂടെ, ഞാൻ 3 കോടി മേടിച്ച് സെറ്റിലായെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ആ 3 കോടി മേടിച്ചതിന്റെ തെളിവ് കൊണ്ടുവരുന്നവർക്ക് 2 കോടി ഞാനും കൊടുക്കും. ഉറപ്പാ, എൻ്റെ മക്കൾ സത്യം ഞാൻ ചലഞ്ച് ചെയ്യുന്നതും. അല്ല, നിങ്ങൾ 2 കോടി കൊടുക്കാനേ, നിങ്ങൾക്ക് ആ 3 കോടി കിട്ടിയില്ലല്ലോ. ആ 3 കോടി ചോദിച്ചല്ലേ ഉള്ളൂ. പൂക്കുറ്റി എണ്ണ ഈ ട്രോഫി നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 കോടി തരണം എന്ന് പറയുന്ന ആ വോയിസ് മാത്രമേ കേട്ടുള്ളൂ നമ്മൾ. അല്ല, നിങ്ങൾക്ക് 3 കോടി കിട്ടി എന്ന് പറയുന്ന വോയിസ് നമ്മൾ കേട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ പ്രൂഫ് നമുക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ ചോദിക്കുന്ന വോയിസ് ആണ് നമ്മൾ കേട്ടത്. അത് നിങ്ങൾ ചോദിച്ചതാണ്, നിങ്ങൾ ആ ഒരു ഇന്റർവ്യൂവിനകത്ത് സമ്മതിക്കുന്നുണ്ട്. ഓക്കെ, കിട്ടി എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ല, നിങ്ങൾ ചോദിച്ചു പക്ഷെ കിട്ടിയില്ല. പടാന്ന് പറഞ്ഞോണ്ടാ ഇൻസ്റ്റാഗ്രാം ഒക്കെ സത്യം പറഞ്ഞാൽ ഫോളോവേഴ്സ് ഒക്കെ കൂടി വരുന്നത്. ഇനി നിങ്ങൾ എന്നെ കൂട്ടി തരണം കേട്ടോ. എന്നെ കുറച്ചു മുമ്പേ ഞാനൊരു സ്വന്തം അവിഹിതക്കഥ നാട്ടുകാരെ മൊത്തം വിളിച്ച് കാണിച്ചിട്ട് ഫോളോവേഴ്സ് കൂടുന്നുണ്ട്, നല്ലതാണ്. അതുപോലെ തന്നെ സർ മന്ത്രിയായ രമേശ് ചെന്നിത്തല, എന്തോന്നായ? അതുപോലെ തന്നെ സർ മന്ത്രിയായ എന്തോന്ന്? സർ മന്ത്രിയായ സബ് മന്ത്രിയോ? സബ് അല്ല എൻ്റെ പൊന്നി ചേച്ചി, പെർമനന്റ് മന്ത്രി. അടുത്ത 5 വർഷത്തേക്ക് പെർമനന്റ് ആഭ്യന്തരമന്ത്രി. അതിന് മുന്നേ ആരെങ്കിലും പിടിച്ച് ഇങ്ങനെ രാജിവെച്ച് പോവാൻ എന്തെങ്കിലും സീനായി പോയില്ലെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ സബ് അല്ല കേട്ടോ, പെർമനന്റ് മന്ത്രി കേട്ടോ. ബാക്കി പറ. ഇപ്പം ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നതിന്റെ നിയമം സാറാണ് എടുത്തിരിക്കുന്നത്. സാറിന്റെ അടുത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, പബ്ലിക്കിൽ വന്ന് ഇത്രയും ആൾക്കാർ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അലിഗേഷൻ പറഞ്ഞുകൊണ്ട് ഒരു MDMA കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെക്കുറിച്ചും ഞാൻ തെളിവ് സഹിതം ഒരാളുടെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സർ. തീർച്ചയായിട്ടും എന്നെയും ദിയാസനെയും ഫിറോസ് ഖാനെയും ഈ പറഞ്ഞ റോഷ്നി, ഞങ്ങൾ 4 പേരെയും സർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ 4 പേരെയും ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ സാറിനോട് അപേക്ഷിക്കുകയാണ്. സാറിന്റെ കണ്ണുമുന്നിൽ തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത്. എനിക്ക് സാറിന്റെ മുന്നിലോട്ട് എത്താനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സാറിന്റെ കംപ്ലൈന്റ് ചെയ്യേണ്ട രീതിയിലല്ല ഞാൻ ചെയ്തിട്ടുണ്ട് സർ. ഇപ്പോൾ എന്റെ പേരിലും കൂടെയാണ് ഇങ്ങനത്തെ ഒരു സാധനം നടക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ആൾക്കാരുടെ മുന്നിലായാലും ബാക്കിയുള്ളവരുടെ മുന്നിലായാലും ഞാൻ എന്റെ തെറ്റുകൾ തിരുത്താനോ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ എന്താണെന്ന് തെളിയിക്കാനുള്ള ഒരു കടമ എനിക്കുണ്ട്. അപ്പോൾ എന്നെക്കുറിച്ചും ഇങ്ങനെയുള്ള അലിഗേഷൻ പറയുന്നത് ഞാൻ ഈ സാധനങ്ങൾ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ 4 പേരും ഞങ്ങൾ 4 പേരെയും അറസ്റ്റ് ചെയ്യുകയോ ഇതിന്റെ നിയമവശം ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് ഞങ്ങൾ 4 പേരെയും ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ സാറിനോട് അപേക്ഷിക്കുകയാണ് സർ. പ്ലീസ്, നാടിന് വേണ്ടി സാർ ഇത്രയും ചെയ്യുന്ന സാറിന് കണ്ണുമുന്നിൽ കിടക്കുന്ന ഈ കാര്യങ്ങളോട് സാർ ചെയ്യണമെന്ന് സാറിനോട് അപേക്ഷിക്കുന്നു സാർ. ഞാൻ അതെ, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി എന്നെ അറസ്റ്റ് ചെയ്യൂ, എന്നിട്ട് എന്റെ കൈകളിൽ വിലങ്ങണിയിക്കൂ പ്ലീസ് രമേശ് ചെന്നിത്തല എന്നുള്ളതാണ് സുഹൃത്തുക്കളെ നമ്മുടെ സജന പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാവോടാ, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാടാ. നിങ്ങളാരും പുള്ളിക്കാരിയുടെ അവിഹിതത്തെ പറ്റിയിട്ട് പറയരുതേ. പൂക്കുറ്റിയുടെ ട്രോഫിനെ പറ്റിയിട്ട് 3 കോടി ചോദിച്ചൊന്നും നിങ്ങൾ അതിനെപ്പറ്റി പറയരുതേ. ഫിറോസ് ഖാൻ കൊച്ചിന്റെ അടുത്ത് വേറെ കണ്ണന്തിരിവ് കാണിച്ച് സ്വന്തം മകന്റെ അടുത്ത് പോലും ഇയാളെ വിടാൻ പറ്റത്തില്ല, ഇയാൾ വേറെ വിഷയമാണെന്നൊക്കെയാണ് പറയുന്നത്. എന്നാക്കിയാടി വരുന്നത്. പിന്നെ രമേശ് ചെന്നിത്തല തൊട്ടപ്പുറത്ത് തൊപ്പിയുടെ കാര്യം പോലും ഇതുവരെ ഒന്നും ആയില്ല, അപ്പോഴാണ് ഇപ്പുറത്തത്. പിന്നെ നിങ്ങളെയൊക്കെ ടെസ്റ്റ് ചെയ്യിക്കാനെ കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് തൂഫാനായിട്ട് എല്ലാത്തിനും അടിച്ച് തൂഫാനാക്കണം. പക്ഷേ രമേശ് ചെന്നിത്തല നിങ്ങൾ വന്ന് ടെസ്റ്റ് ചെയ്യിക്കും എന്ന് പറയാനെ കൊണ്ട് ആ രമേശ് ചെന്നിത്തല പുള്ളിയുടെ ബാക്കി എല്ലാ പണിയെല്ലാം മാറ്റി വെച്ചിട്ട് വിളിക്കും. സജന നിങ്ങൾ ഇന്ന് വരും, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വാ, എന്നാ ഒക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓരോ കംപ്ലൈൻ്റ് ഒക്കെ കുറിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ സുഖമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ പറയുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്. എൻ്റെ പൊന്നോ, നിങ്ങൾ വേണമെങ്കിൽ പോയി ടെസ്റ്റ് ചെയ്ത് വന്ന് കാണിക്കട പോവുക. പിന്നെ കേരള പോലീസൊക്കെ ഈ തൂഫാൻ്റെ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇവരെന്നെ പരസ്യമായിട്ട് വന്ന് പറയുന്നുണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും MDMA ABACD ഒക്കെയാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അന്വേഷണം തൊപ്പിയുടെ കേസിൽ ഇവിടെയൊക്കെ കൊണ്ടുവരിക എന്നുള്ളത് എനിക്ക് പറയുള്ളൂ. ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.